ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എല്ലാവർക്കും ഈ വർഷം ജോലിയിൽ പ്രവേശിക്കാനും റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടാനുമൊക്കെ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളിലേക്ക് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ, അതായത് നമ്മൾ കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ്, ആ പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ വർഷം അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ആ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സൈറ്റിൽ ഇന്നോ നാളെയോ ആയിട്ട് എത്തും. എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നെയിം ഓഫ് ദ ഫോം കേരള വാട്ടർ അതോറിറ്റി. കാറ്റഗറി നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക. 684/2023. 684/2023. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 27,200 മുതൽ 73,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ. Number of vacancy, anticipated vacancy. Method of appointment, direct recruitment. Age relaxation, age 18 to 36. ഏതിനും ഇടയ്ക്ക് 1987-നും 2005-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കാം. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGTE ലോവർ ഓർ ഇക്വലന്റ്. KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ KGTE മലയാളം ലോവർ ഓർ ഇക്വലൻസ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ചോദിച്ചേക്കുന്ന ക്വാളിഫിക്കേഷനാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആഫ്റ്റർ അണ്ടർഗോയിങ് എ കോഴ്സ് ഓഫ് സ്റ്റഡി നോട്ട് ലെസ് ദാൻ 6 months ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ run recognized of Government of Kerala, Kosi Government Institution in Kerala. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. DC ഇക്വലന്റ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ചെയ്തിരുന്നു. പക്ഷേ PSC ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് DC ഇക്വലന്റ് ആയിട്ട് ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, ഈ 4 ക്വാളിഫിക്കേഷനും അക്വയർ ചെയ്തവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഡിഗ്രി വേണം, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറും വേണം, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും വേണം, അതിൻ്റെ കൂടെ അതിൻ്റെ വേർഡ് പ്രോസസ്സിങ്ങും വേണം. രണ്ടും പാസ്സായാൽ മാത്രമേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അതായത് ടൈപ്പ് റൈറ്റിംഗ് പാസ്സായി വേർഡ് പോയാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, നമ്മളതിന് ഇൻഎലിജിബിൾ ആണ്. രണ്ടും പാസ്സാവണം. അതായത് ടൈപ്പ് റൈറ്റിങ്ങിലുള്ള ടെസ്റ്റും പാസ്സാവണം, അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിങ്ങിലുള്ള ടെസ്റ്റും പാസ്സാവണം. ഈ 4 ക്വാളിഫിക്കേഷനും അക്വയർ ചെയ്തവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. MCA BCA ഡിഗ്രി ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇല്ല എന്ന് ഉള്ളവർ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല. ഇനി അടുത്തത് ഇതിൻ്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു വീഡിയോയിലൂടെ, ഇത് ലേറ്റസ്റ്റ് PSC ആപ്ലിക്കേഷനൊപ്പം, അതായത് നോട്ടിഫിക്കേഷനൊപ്പം കൊടുത്തേക്കുന്ന ക്വാളിഫിക്കേഷനാണ്. അതായത് 31/12/2023 December 31, 2023 ജനറേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ആണിത്. ഓക്കെ, ക്വാളിഫിക്കേഷൻസ് നോക്കാം. KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടൈപ്പ് റൈറ്റിംഗും വേണം, അതിൻ്റെ കൂട്ടത്തിൽ എന്തും വേണം, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും ആവശ്യമാണ്. അടുത്തത് DCAയുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ്. +2 കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷണൽ, VHSC കമ്പ്യൂട്ടർ സയൻസ്, VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, VHSC ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് കൺസോൾ ഓപ്പറേഷൻ, ITA ITC ഡേറ്റ പ്രസന്റേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, NTC കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, Polytechnic Diploma in Computer Engineering, Diploma in Commercial Practice, Diploma in Computer Application and Office Management, A-Level Computer Application, Certificate in Basic Computing. അടുത്തത് BSc Computer Application, BSc Computer Science, BCom Computer Application, BTech Computer Science, BTech Computer Science and Engineering, BCA Computer Application, MSc Computer Science, MCA MTech കമ്പ്യൂട്ടർ സയൻസ്. അതിൻ്റെ ഒപ്പം തന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, VHSC ഓഫീസ് സെക്രട്ടറിയേറ്റ്, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ്. ഞാൻ നേരത്തെ ഈ വീഡിയോ
അപ്ലോഡ് ചെയ്തപ്പം അതിനകത്ത് റൂട്രോണിക്സ് അതുപോലെ കെൽട്രോൺ ഇങ്ങനെയുള്ള ആൾക്കാരുടെ PGDCA DC ഒക്കെ PGDCA അതിൻ്റെ എല്ലാം അപ്രൂവൽ PSC അംഗീകരിച്ച കോഴ്സുകളാണ്. അതുപോലെ തന്നെ ഓഫീസ് സെക്രട്ടറിഷിപ്പ് അംഗീകൃതമാണോ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അതും ഓക്കെ ആയ ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പം ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ് DCA ഇക്വലൻ്റ് ആയിട്ട് PSC അംഗീകരിച്ചിരിക്കുന്നത്. ഓക്കെ, DCA ഏതെങ്കിലും, അതായത് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കിട്ടിയ DCA ഓക്കെ ആണ്. ഇനി ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും DCA കിട്ടിയിട്ടില്ല, അതിന് പകരം ഇത്രയും കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണ്ട, എക്സ്ട്രാ DCA വേണ്ട. ഇത്രയും കോഴ്സുകൾ നിങ്ങളുടെ അക്കാദമിക് ഇയറിൽ നിങ്ങൾ ഇതിനോടൊപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പോയി DCA പഠിക്കേണ്ട. ഇത് ഇക്വലൻസി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരുടെയും സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.